ഹെലേന നോർബർഗ് ഹോഡ്ജ്, മറ്റു ചില എഴുത്തുകാർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഭക്ഷണവും ആരോഗ്യവും എന്ന പാഠഭാഗം. ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ വളർച്ചയ്ക്കൊപ്പം ഉയർന്നുവരുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, സുരക്ഷ, പോഷകമൂല്യം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും പരിഹാരങ്ങളും ലേഖനം ചർച്ച ചെയ്യുന്നു. ആധുനിക ലോകത്ത് ഭക്ഷണം എന്നത് പോഷണത്തിനപ്പുറം ഒരു വ്യാപാര വസ്തുവായി മാറിയിരിക്കുന്നു. ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഈ വസ്തുത വ്യക്തമാകും. വളർച്ചാ ഹോർമോണുകൾ ചേർത്ത മാംസം, കീടനാശിനികൾ നിറഞ്ഞ പച്ചക്കറികൾ, അമിതമായി ശുദ്ധീകരിച്ച പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ തുടങ്ങി നിരവധി ഭക്ഷ്യവസ്തുക്കൾ വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് അധിക ലാഭം നേടുക എന്നതാണ്. ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് രോഗങ്ങളെ ക്ഷണിക്കുകയും ചികിത്സാ വ്യവസായത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതൊരു ദുഷ്ചക്രമാണ്. ഈ സാഹചര്യത്തിൽ പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് വളരെ വലുതാണ്. ഇത് നമ്മുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഗുണകരമായി സ്വാധീനിക്കുന്നു. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും പുതുമയുള്ളതും പോഷക ഗുണമേന്മയുള്ളതുമായിരിക്കും. പോഷകാഹാര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അതത് പ്രദേശത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും പോഷകമുള്ളത്. പ്രാദേശിക ഭക്ഷണത്തിന്റെ മറ്റൊരു പ്രധാന ഗുണം അത് സീസണൽ ആയിരിക്കും എന്നതാണ്. ഓരോ സീസണിലും ലഭ്യമാകുന്ന ഭക്ഷണങ്ങൾ അതിന്റെ സ്വാഭാവിക പോഷകമൂല്യം നിലനിർത്തുന്നു. വിളവെടുപ്പിന് ശേഷം ഭക്ഷണത്തിലെ വിറ്റാമിനുകൾ നഷ്ടപ്പെടാൻ തുടങ്ങും. അതിനാൽ ദൂരെ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളും പഴങ്ങളും പോഷക ഗുണത്തിൽ പിറകോട്ടായിരിക്കും. ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ വിളവെടുപ്പിന് ശേഷം ഏറെ നാൾ കഴിഞ്ഞാണ് ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ അടുക്കളയിൽ എത്തുന്നത്. തക്കാളി ഇതിന് ഒരു നല്ല ഉദാഹരണമാണ്. അവ പച്ചയായിരിക്കുമ്പോൾ തന്നെ പറിക്കുകയാണ് പതിവ്. പഴുത്തു തുടങ്ങിയാൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പറിക്കാനും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പറിച്ചെടുത്ത പച്ച തക്കാളി പിന്നീട് എത്തിലീൻ വാതകം നിറച്ച മുറികളിലിട്ട് കൃത്രിമമായി പഴുപ്പിക്കുന്നു. അടുത്തുള്ള കൃഷിയിടത്തിൽ നിന്ന് പഴുത്ത ശേഷം പറിച്ചെടുത്ത് അപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന തക്കാളിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൃത്രിമമായി പഴുപ്പിച്ച തക്കാളിക്ക് രുചിയും പോഷക ഗുണവും വളരെ കുറവായിരിക്കും. ദീർഘദൂരം കടത്തിക്കൊണ്ടു പോകാൻ അനുയോജ്യമായ ഒറ്റ വിളകൾക്കാണ് ഇന്ന് ആഗോള വിപണിയിൽ മുൻതൂക്കം. ഈ വിളകളുടെ തിരഞ്ഞെടുപ്പിൽ പോഷകമൂല്യത്തേക്കാൾ ദൃശ്യമായ ആകർഷണം കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നു. പരസ്യങ്ങളും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉപയോഗിച്ച് ഭക്ഷണത്തിന്റെ നിറം, ആകൃതി, വലിപ്പം എന്നിവയെക്കുറിച്ച് ഉപഭോക്താക്കളിൽ ചില നിശ്ചിത ധാരണകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ധാരണകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല. യാഥാർത്ഥ്യത്തിൽ കൃഷിക്കാർ അസാധാരണമായ വലിപ്പമോ നിറമോ ഉള്ള പഴങ്ങളും പച്ചക്കറികളും വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കാറില്ല. പശ്ചിമേഷ്യൻ ഉപഭോക്താക്കൾക്ക് ഈ വസ്തുതകളെക്കുറിച്ച് അത്ര അറിവില്ല. അവർ കാണുന്ന പരസ്യങ്ങളിലെ കാഴ്ചയിൽ ഭംഗിയുള്ള ഭക്ഷണവസ്തുക്കളാണ് അവരുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നത്. മണ്ണിന് ജീവനുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിനർത്ഥം മണ്ണിൽ അനേകായിരം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ടെന്നാണ്. ഈ സൂക്ഷ്മജീവികൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉപരിതലത്തിൽ ചെറിയ പാടുകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ പലരും ഈ പാടുകൾ കണ്ടാൽ ആ ഭക്ഷണം മോശമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത്തരം ഒരു തെറ്റിദ്ധാരണ നമ്മുടെ അജ്ഞതയാൽ ഉണ്ടാകുന്നതാണ്. സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ കുറയ്ക്കുന്നില്ല എന്നത് മറിച്ച് അത് ഭക്ഷണം പ്രകൃതിദത്തമാണെന്നതിന്റെ സൂചനയാണ്. കീടനാശിനികളും മറ്റു രാസവസ്തുക്കളും ഉപയോഗിച്ച് പൂർണ്ണമായും വൃത്തിയാക്കിയെടുക്കുന്ന വ്യാവസായിക കൃഷി ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് സൂക്ഷ്മജീവികളുടെ അംശമുള്ള ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ ആരോഗ്യകരമാണെന്ന വസ്തുത പലർക്കും അറിയില്ല.